ഇന്ത്യ എപ്പോഴും നടുവിലേ നിൽക്കുള്ളൂ. ഇന്ത്യ ഒരിക്കലും എന്താണ് പറയാ, നേതൃത്വം അഹംഭാവം പറയുമോ ഒന്നുമില്ല. എന്താ കാരണം എന്നറിയോ? വീണ്ടും പറയുന്നു, എനിക്കൊരു മെഡിറ്റേഷൻ എന്ന് വേണ്ട ധ്യാനിച്ചിരിക്കുക എന്നൊരവസ്ഥയിലേക്കല്ല നമ്മൾ ആരെയും ക്ഷണിക്കാറ്. നമ്മൾ വേണം സഹജമായ അവസ്ഥ. കാരണം എന്താ, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ അച്ഛനും അമ്മയാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു കോഴിയെയും ആടിനെയും പോത്തിനെയും വളർത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ചിന്ത അതാ. ഇത്രയും നമ്മളിൽ മാറ്റം വരാൻ പറ്റിയാൽ നമ്മളൊരു മനുഷ്യനൊന്നും ആയിട്ടില്ല എങ്കിലും ചെറിയ ക്വാളിറ്റി ഉള്ള ഒരു ജീവിയായിട്ട് മാറി. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിന് പരിപൂർണ വിശ്രമമാണ്, അതിലളിതമാണ്. അല്ല, ഭൂമിയുടെ അച്ചുതണ്ട് റൊട്ടേറ്റോ, അതായത് അത് സ്ട്രെയിറ്റ് അല്ല. 23 ഡിഗ്രി ടിൽറ്റഡാ, 23 ഡിഗ്രി ടിൽറ്റഡാ. 23 ഡിഗ്രിയിൽ വെച്ചിട്ട് അതൊരു കറക്കും. ഉണ്ടാവും. അതുകൊണ്ടാണ് മഴത്തുള്ളിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെരിഞ്ഞിട്ടാ പതിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചഭൂതങ്ങൾ ഫോം ചെയ്യണു കേട്ടോ. ഈ ചെരിഞ്ഞ് സൂര്യപ്രകാശം പതിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല പഠിക്കുക. അപ്പൊ ഈ നമ്മൾ ഈ ചലനത്തിനെ കുറിച്ചിട്ട് തിരിച്ചു വരാം. അപ്പൊ ഒന്ന് സ്വയം കറങ്ങണിയാണ്, അതായത് എന്ന് പറഞ്ഞാല് പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് തിരിയുന്നു. അപ്പൊ എന്താവും, കിഴക്കുന്ന് ഇംഗം വരും. രണ്ടാമത്തെ ചലനം സൂര്യന് ചുറ്റും കറങ്ങണ്. സൂര്യന് ചുറ്റും കറങ്ങണമെങ്കിൽ ഇത് മുന്നോട്ട് പോകണ്ടേ? യെസ് ഓർ നോ? ഏത് ദിശയിലേക്കാണ് ഭൂമി മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ ഹെമിയോസ്ഫിയർ ചരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവം? ഹെമിസ്ഫിയർ 23 ഡിഗ്രി ടിൽറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ 23 ഡിഗ്രി വരെ നോക്കിയാണെന്നാ 29.8 കിലോമീറ്റർ പെർ സെക്കൻഡില് വടക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഭൂമി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്താ, എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ വടക്കുന്നും കിഴക്കുന്നും ഇങ്ങനെ ഊർജം വന്നുകൊണ്ടേയിരിക്കും. നമ്മളൊരു കാറിൽ പോകുമ്പോൾ കാറ്റ് വീശില്ലേ? ശരിക്കും കാറ്റ് വീശുണ്ടോ? മുന്നോട്ട് പോകുന്നതിനെ കൊണ്ട് പ്രതിപ്രവർത്തനമായിട്ടാണ് നടക്കുന്നത്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ 29.8 കിലോമീറ്റർ പെർ സെക്കൻഡില് വടക്ക് കിഴക്കിലേക്ക് പോകുമ്പോൾ എന്താവും, വടക്കുന്നും കിഴക്കുന്നും കാറ്റ് വീശൂല, കാരണം പ്രപഞ്ചത്ത് കാറ്റില്ല. അപ്പോഴാണ് കുറെ റേസ് ഒക്കെ ഉണ്ട്, കോസ്മിക് റേസ് എന്നൊക്കെ പറഞ്ഞ് കുറെ റേസ് ഇങ്ങനെ വരും. അപ്പം ഊർജം വരുന്നത് വടക്കുന്നും കിഴക്കുന്നും. ആ വരുന്ന ഊർജത്തിനെ നമ്മളെ പ്രിയപ്പെട്ട കന്നിമൂലയിൽ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്തോളണം. അപ്പൊ അത് റിട്ടേൺ അടിക്കും. വ്രജേത് പ്രാണോ വിശേഷ ജീവ ഇച്ഛയാ കുടിലാകൃതി ദീർഘാത്മാ സ മഹാദേവി പരക്ഷേത്രേ പരാപര എന്ന് പറയും. വ്രജേത് പ്രാണോ, പ്രാണ കംസ് ഫ്രം ഈസ്റ്റ്, കിഴക്ക് നിന്ന് പ്രാണൻ വരുന്നു. വിശേഷ് ജീവ, ജീവൻ വടക്ക് നിന്ന് വരുന്നു. ഇച്ഛയാ മീൻസ് വിതൗട്ട് എനി ഹിൻഡ്രൻസ്, തടസ്സങ്ങളില്ലാതെ ഒഴുകുക. അപ്പൊ എങ്ങോട്ട് മുകളിലെ വീടായിരിക്കും ഏറ്റവും നല്ലത്? അപ്പൊ ഏത് ഭാഗത്തേക്ക് വാതിൽ തുറക്കണ വീടായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയാ? ഒന്നുകിൽ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് അല്ലെ, എന്നിച്ചിട്ട് മറ്റേ മോശമല്ല എന്നല്ല കേട്ടോ പറയണത്. അപ്പൊ അതിലാണ് ഉൾക്കൊള്ളുക. ഇനി ഇച്ഛയ തടസ്സങ്ങളിലെ കുടിലാകൃതി എന്ന് പറയും, എലപ്റ്റിക്കൽ. ഗുരു എന്ന് പറഞ്ഞാൽ അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം എന്നൊക്കെ ശ്ലോകം കേട്ടില്ലേ? ഈ മണ്ഡലാകാരം എന്ന് പറഞ്ഞാൽ എന്താ? മണ്ഡലാകാരം എന്ന് പറഞ്ഞാൽ എലപ്റ്റിക്കൽ, അതായത് ഒരു ശിവലിംഗത്തിന് ചുറ്റും റൗണ്ട് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? അണ്ഡാകാരത്തിലുണ്ടാവും. അങ്ങനെ ഒരു ഇതിൽ ഊർജം പ്രവഹിച്ചു കഴിഞ്ഞാൽ ദീർഘാത്മാ സ മഹാദേവി, ദീർഘകാലത്തോളം അവിടെ മഹാദേവി ഉണ്ടാവുന്ന പരക്ഷേത്രേ പരാപര, പരവും അപരവുമായിട്ടുള്ള എല്ലാം അനുഭവിക്കാൻ യോഗം ഉണ്ടാവുന്ന. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്ന് വടക്കൊന്നും കിഴക്കുന്നു വരണം, അതേ സമയത്ത് തെക്ക് പടിഞ്ഞാറ് എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. അതുകൊണ്ടാണ് കന്നിമൂല ഇത്രയും പ്രിയപ്പെട്ടതാകണത്. അപ്പൊ അവിടെ കൊണ്ടുപോയി ഒരു ടോയ്ലറ്റ് വെച്ചിട്ട് ഫ്ലഷ് ചെയ്താലോ? മനസ്സിലാകണേണ്ട? അപ്പൊ ഒന്നും കാണില്ല, എപ്പോഴും അത് തന്നെയായിരിക്കും. പിന്നെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വാസ്തു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷം പറയലല്ല, എങ്ങനെ സമൃദ്ധി ഉണ്ടാക്കാം. അതേ സമയത്ത് സമ്പന്നനാകണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ, സൗത്ത് വെസ്റ്റ് കോർണറിൽ വീട്ടിൽ വടക്കോട്ടേക്ക് തിരിച്ചിട്ട് ഒരു അലമാര വെക്കുക. കണ്ണാടി ഉണ്ടാകരുത്. സ്ലോലി നിങ്ങൾക്ക് സേവിങ്സ് വരാൻ തുടങ്ങും. 100% വിജയിക്കും. ചെയ്തു നോക്കൂ. ഗ്രേറ്റ്. ചോദിച്ചോളൂ. അതായത് ഇപ്പൊ ചൈന എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണ്, അല്ല നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്.
പൊതുവേ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള രാജ്യങ്ങളാണ് സമ്പന്നാകുക. തെക്കൻ അമേരിക്കയും വടക്കൻ അമേരിക്കയും എടുത്തു കഴിഞ്ഞാൽ അത് പൊതുവേ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളതാണ് രാജ്യങ്ങളാണ് ഏറ്റവും സമ്പത്താകുക. പിന്നെ അതേസമയത്ത് സദേൺ ഹെമിസ്ഫിയറിലുള്ളൊക്കെ ഓസ്ട്രേലിയയും ഈ താഴെയുള്ള ഭൂഖണ്ഡങ്ങളൊക്കെ കുറേ ദാരിദ്ര്യമായിരിക്കും, ശ്രീലങ്കയൊക്കെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് പറയുന്നത്, സ്ഥാനം എവിടെയാണ് എന്നുള്ള ടോട്ടലി ഉള്ളൊരു ഇതൊന്നും കാണണം. അപ്പോൾ സ്വീഡൻ എന്തുകൊണ്ട് സമ്പന്നമാകണോ? എന്തുകൊണ്ടാ? സ്വീഡൻ കിടക്കുന്നത് ഭൂമധ്യരേഖേൻ്റെ മേൽഭാഗത്ത് അല്ലേ? അതാണ് അതൊക്കെ സംഭവിക്കുന്നത്. നേരെ മറിച്ച് നമ്മളെ ഈ ഇന്ത്യ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് നമ്മളെ മധ്യഭാഗത്താണ്. ഇന്ത്യ ഒരിക്കലും മുകളിലേക്കോ ഇന്ത്യ ഒരിക്കലും താഴേക്കോ പോകില്ല. ഇന്ത്യ എപ്പോഴും നടുവിലേ നിൽക്കുകയുള്ളൂ. ഇന്ത്യ ഒരിക്കലും എന്താണ് പറയുക, നേതൃത്വം അഹംഭാവം പറയുകയോ ഒന്നുമില്ല. എന്താ കാരണം എന്നറിയോ? എല്ലാം എന്താ പറയുക, സോൾവ് ചെയ്യുക, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക, ഇങ്ങനെയുള്ള ഒരു തത്വം വന്നത് തന്നെ ഇന്ത്യ മഹാരാജ്യത്തിലാണ്. എന്താ പറയുക, ഗഡ്വാങ്കൻ അല്ലേ? ഗഡ്വാങ്കൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മൂപ്പരാണ് ഇന്ദ്രനെ സഹായിച്ച ആള്. അപ്പോൾ ഇന്ദ്രനെ സഹായിച്ചിട്ട് മൂപ്പര് ഇന്ദ്രൻ്റെ സീറ്റ് ഇന്ദ്രൻ കൊടുക്കുകയാണ്. മനുഷ്യനാണ്, ഇന്ദ്രനെ സഹായിച്ചു ഇന്ദ്രപദത്തിൽ എത്തിയ ആളാണ്. അപ്പം ചോദിച്ചു എന്താ വേണ്ടത്, അങ്ങ് ഇവിടെ എത്തി എന്താ വേണ്ടത്? അപ്പം പറഞ്ഞു, അപ്പോൾ എനിക്ക് എത്ര കാലം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എത്ര ബാക്കിയുണ്ടെന്ന്, കാരണം അത് മൂപ്പര ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ, ഇന്ദ്രൻ വിചാരിച്ചു കഴിഞ്ഞാൽ എളുപ്പം കഴിയുമല്ലോ. അപ്പം മൂപ്പര് ചിത്രപുത്തനെയൊക്കെ വരുത്തി നോക്കി. അപ്പോൾ പറഞ്ഞു ആകെ കൂടി 3 നാഴിക കൂടിയുള്ളൂ നിങ്ങൾക്ക് ഇനി ഉള്ളൂ എന്ന്. അയ്യോ, അപ്പം എന്നാൽ പെട്ടെന്ന് തന്നെ എന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്നാണ് പറയണേ. അത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ എത്തിക്കുന്നത്? കാരണം നമുക്ക് ഓപ്പോസിറ്റായി തോന്നുമെങ്കിലും സമീകൃതാകണ ഒരേ ഒരു ഭൂപ്രകൃതി ഇന്ത്യയിലേ ഉള്ളൂ. എന്തുകൊണ്ട് സ്പിരിച്വലിസം ഒക്കെ ഇന്ത്യയിൽ വന്ന്? ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് എന്താണ്? ഹിമാലയ പർവ്വത, ശരിക്കും വടക്ക് താഴേണ്ട സ്ഥലമാണ്. പക്ഷെ ഇന്ത്യയിൽ എങ്ങനെയാണ്? പൊന്തിക്കിടക്കുക, പക്ഷേ ഹിമം കൊണ്ട് മൂടിക്കിടക്കുക. അതായത് അത്രയും ഉയരത്തിൽ ജലം നിൽക്കുകയാണ്, ജലം കട്ടയായിട്ട് നിൽക്കുക. അതേ സമയത്ത് തെക്ക് പടിഞ്ഞാറോ 3 ഭാഗം വെള്ളം ചുറ്റിക്കിടക്കുക. ക്ലിയർ? അപ്പം അങ്ങനെയാകുമ്പോൾ അതൊരു പ്രത്യേക ഒരു പോണ്ടാണത്. ഇങ്ങനെയൊരു അവസ്ഥ വന്നാലേ ഉള്ളൂ മെഡിറ്റേഷൻ, ധ്യാനം, അതുപോലെ തന്നെ ജ്ഞാനം ഇതൊക്കെ ജനിക്കുകയുള്ളൂ. എന്തുകൊണ്ട് യൂറോപ്യൻ കൺട്രിയിലൊന്നും ഈ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നും വന്നില്ല? ഒക്കെ ഇന്ത്യയിൽ നിന്ന് പോയതാ, എല്ലാം ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ട് പോയിട്ടുള്ളതാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊരു ഈ ഒരു ഭൂപ്രകൃതിയുള്ളൂ. അതുകൊണ്ട് തന്നെ മധ്യത്തിലാണ് നിൽക്കുക. കൗരവരെയും പാണ്ഡവരെയും നടുക്ക് പോയിട്ട് നിന്നിട്ടാണ് ഭഗവത്ഗീത പറയുന്നത്. ഒരു സൈഡിലേക്കൊന്നും മാറിയിട്ടില്ല, നടുക്ക് പോയിട്ട് നിൽക്കുക. അപ്പം ഇന്ത്യയുടെ ടോട്ടലി ഉള്ള കോൺഷ്യസ്നെസ്സിനെ സമീകൃതമായിട്ടാണ് എപ്പോഴും പോവുക. ഒരിക്കലും ഒന്നിൽ കൂടുതലായിട്ട് ഇന്ത്യ പോയിട്ട് നേതാവൊന്നും ആവില്ല. ഒരിക്കലും ലോകത്തിൽ 1-ാം രാജ്യം എന്നൊന്നും പറഞ്ഞു വരൂല. എപ്പോഴും ഒരു എല്ലാം സോൾവ് ചെയ്യാനും ഒരു മിഡിൽ പോയത്താണ് എപ്പോഴും സ്വീകരിക്കുക. ഗുഡ്, താങ്ക് യു. നമസ്തേ. നമസ്തേ, ചോദിച്ചോളൂ. എനിക്ക് ബാബാജിയോടാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ബാബാജിയുടെ ധ്യാനമാർഗവും മറ്റുള്ള ധ്യാനമാർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ തന്നെ അങ്ങയുടെ ധ്യാനമാർഗത്തിലൂടെ മാത്രമാണോ മുക്തി മോക്ഷം കിട്ടും എന്ന് എന്താണ് അതിൻ്റെ ഒരു കൺഫർമേഷനാണ്. അതായത് മറ്റുള്ളതിൽ നിന്ന് കിട്ടില്ല, ഇതിൽ മാത്രമാണോ കിട്ടുമോ എന്നുള്ള അഭിപ്രായം അങ്ങേക്കുണ്ടോ? അറിയാം, ഒന്നിപ്പോൾ നമ്മളുടെ ധ്യാനമാർഗം മറ്റുള്ളവരുടെ ധ്യാനമാർഗം എന്ന് പറയുന്ന നേരത്ത് എന്താണ് ധ്യാനമാർഗം തന്നെ കൺഫ്യൂഷനായി എനിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ് നമ്മുടെ സിദ്ധാന്തത്തിൽ ധ്യാനമാർഗം മിഡിൽ സാധനയാണ്. വെച്ചാൽ മധ്യമ ധ്യാനധാരണ എന്നാണ്. മധ്യമമാർഗമാണ് ധ്യാനം. ധ്യാനത്തിൽ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുകയോ വെച്ചാൽ കടന്നു വരുന്ന ചിന്തകളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, പല രീതിയുണ്ട്. അപ്പോൾ എൻ്റെ സാധനയിൽ ധ്യാനത്തേക്കാൾ കൂടുതൽ സഹജമായ അവസ്ഥയിലേക്ക് നയിക്കുക എന്നതിനാണ് പ്രാധാന്യം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗത്തിലൂടെ മാത്രമാണ് എല്ലാം ലഭിക്കൂ എന്നൊരു അഭിപ്രായം ഉണ്ടോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ എനിക്ക് പറയാൻ പോലും പറ്റില്ല. കാരണം സർവദർശന സമഭാവന എന്നാണ് നമ്മളുടെ ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതുകൊണ്ട് എല്ലാ ദർശനങ്ങളിലൂടെയും സാക്ഷാത്കാരം ലഭിക്കാം, അതാണ് ശരി. എല്ലാത്തിനെയും ഒരുപോലെ കാണുക എന്നൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്.
നമ്മൾ പറയുന്ന കാര്യത്തിലൂടെ സാധ്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഇവർ പറയുന്നതിലൂടെ സാധ്യമാണെന്ന് ഇവരെ ഫോളോ ചെയ്യുന്നവർക്ക് ബോധ്യമുണ്ട്. സീമാജി പറയുന്നതിലൂടെ ബോധ്യമാണെന്ന് അതിൽ അവർക്ക് ബോധ്യമുണ്ട്. ഈ ബോധ്യമുള്ള ആളുകളൊക്കെ ഇരിക്കെ എല്ലാ മാർഗങ്ങളിലൂടെയും സാധ്യമാണ് എന്നാണ് എൻ്റെ പക്ഷം കേട്ടോ. ഞാൻ പറഞ്ഞത് മാർഗങ്ങൾ പലതുണ്ടേ, ഒരു മാർഗം മാത്രമല്ല എന്നാണ് ഞാൻ ഇത്രയും നേരം പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, എനിക്കൊരു മെഡിറ്റേഷൻ എന്ന് വേണ്ട ധ്യാനിച്ചിരിക്കുക എന്നൊരവസ്ഥയിലേക്കല്ല നമ്മൾ ആരെയും ക്ഷണിക്കാറ്. നമ്മൾ വേണം സഹജമായ അവസ്ഥ, സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ വർത്തിക്കുക എന്നതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമ്മൾ സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ വർത്തിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു, എനിക്ക് ചുറ്റും അല്ലെങ്കിൽ എനിക്ക് അടുത്തടുത്ത് സച്മയി ഗുരുജിയും സീമാജിയും ഇരിക്കുന്നു, അപ്പുറത്ത് അദ്ദേഹം വാസ്തുവിദ്യേൻ്റെ ആചാര്യൻ ഗുരുനാഥൻ അദ്ദേഹം ഇരിക്കുന്നു, നിങ്ങൾ എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എന്നെ സമീപിക്കുന്നവരെ എത്തിക്കുക എന്നതാണ് ആത്യന്തികമായി ഞാൻ ഈ പറയുന്ന. ഞാൻ എന്തെല്ലാം സാധനാമാർഗങ്ങൾ, ഇപ്പം ഞാൻ ശ്രീവിദ്യയെക്കുറിച്ച് പറഞ്ഞു, ശ്രീചക്രത്തെക്കുറിച്ച്, ഏത് പദ്ധതി ഉപയോഗിച്ചാലും ആത്യന്തികമായി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ ഒരുത്തനെ നിലനിർത്തുക എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ അല്ലാണ്ട് മെഡിറ്റേറ്റ് ധ്യാനിച്ചിരിക്കുക. അതിന് ഞാനൊരു സാധാരണ സംസാരിക്കുന്ന രീതി, ഇപ്പം ധ്യാനിക്കുക എന്ന് പറയും, ചില ആൾക്കാർ പറയും കണ്ണടച്ചിരിക്കൂ ധ്യാനിക്കുക. അപ്പം ഞാൻ പറയും അങ്ങനെയാണെങ്കിൽ കണ്ണ് കുത്തിപ്പൊടിച്ചാൽ പോരെ, ഇതിനീ കണ്ണ് തന്നെ. കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ബാഹ്യം അതിനെ കാണാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ കണ്ണ് കാണാത്തവന്മാർക്കൊക്കെ ധ്യാനം സാധ്യമാവണ്ടേ. ഇനി ശബ്ദം കേൾക്കാത്തടത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെവിയാണ് കുത്തിപ്പൊട്ടിച്ചാൽ പോരെ. ഇതൊക്കെയാണ് ഞാൻ ലോകരോട് ചോദിക്കാറ്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ വർത്തിക്കുക എന്നുള്ളത്. ഈ ശബ്ദത്തിലാണെങ്കിൽ ഈ ശബ്ദത്തിൽ ഇത് മനസ്സിലാക്കുക, മീൻചന്തയിലാണെങ്കിൽ മീൻചന്തയിലാണുള്ളൊരു ബോധ്യം, ഒരു നല്ലൊരു പൂന്തോട്ടത്തിലാണെങ്കിൽ പൂന്തോട്ടത്തിലാണുള്ള ബോധ്യത്തിൽ വർത്തിക്കുക. അതാണ് എന്നെ സംബന്ധിച്ച് ധ്യാനം. സത്യത്തിൽ നിലനിൽക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ധ്യാനം. മറ്റതൊക്കെ അതിൻ്റെ പ്രാക്ടീസാണ്. അങ്ങ് പറഞ്ഞതിന് മറുപടി അയച്ച ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും അതിനോട് ചോദിക്കാം. അതുകൊണ്ട് ഒന്നെടുത്ത് പറയുന്നു, ഞാൻ മാത്രമാണ് ശരി, മറ്റുള്ളവർ തെറ്റാന്നല്ല. ശരികളൊക്കെ ശരികളാണ്. എനിക്ക് ശരികേടുകളെ കാണാനുമില്ല, എനിക്ക് കാണാനില്ല, മറ്റുള്ളവരെ കാര്യം എനിക്കറിയില്ല. വേറെന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? സമയം വളരെ കുറവാണ്. 4 ഗുരുക്കന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ റിക്വസ്റ്റിലേക്ക് വായിക്കുന്നതിന് മുൻപായിട്ട് നിഷാന്ത്ജിയോട് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ. നേരത്തെ പറഞ്ഞത് ബാക്ക് ടു ദ പോയിന്റിൽ വരണമെന്നുണ്ടായിരുന്നു, അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്. ഇന്ത്യയുടെ ഈ പറയുന്ന എന്താ പറയുക ഡിവൈൻ എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഹൈ ആണ് താങ്കൾ പറഞ്ഞു. അതുപോലെയാണ് ഈ പറയുന്ന തായ്ലൻഡ് എന്ന രാജ്യത്തിൻ്റെയും. അതിൽ ഒരു പ്രൊവിൻസ്, പട്ടായ എന്ന പ്രൊവിൻസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രൊവിൻസിലും ഹൈ ഫ്രീക്വൻസി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിശ്വാസം കൊണ്ട് ചെയ്യുന്ന സംഭവം ഓക്കെ, എല്ലാവർക്കും പേടിയാണ്, എസ്പെഷ്യലി മലയാളികൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതൊന്നും നോക്കാതെയാണ് തായ്ലൻഡിലെ പല വീടുകളും, ഈവൻ രാജകൊട്ടാരം വരെയും, വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് എന്നല്ല, അത്യാവശ്യം ലീഡ് ചെയ്ത് നിൽക്കുന്ന വൺ ഓഫ് ദ $30 ട്രില്യൺ ക്യാപ്പബിലിറ്റി ഉള്ളതാണ് അവിടുത്തെ മൊണാർക്കി എന്ന് പറയുന്നത്. സോ അവരിതൊന്നും നോക്കുന്നില്ല. അപ്പം ഈ 2 ലോക്കും തമ്മിൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. തായ്ലൻഡ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ സൗത്തേൺ ഹെമിസ്ഫിയറിലാണോ? സൗത്തിലല്ലേ? സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുന്നത്. ഞാൻ അത്ര പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ചിട്ട്. പക്ഷേ ഒരു ഇത് എന്താണെന്ന് അറിയോ, ഈ സ്പിരിച്വൽ എന്നുള്ള ആംഗിളിൽ നോക്കുമ്പോൾ ഇന്ത്യ അല്ലാണ്ട് വേറെ എവിടെയില്ല. തായ്ലൻഡ് ഫിസിക്കലി വളരെ ഇതാണ്, മെച്ചേർഡാണ്. ഇപ്പോൾ ചൈനയും ഫിസിക്കലി വളരെ മെച്ചേർഡാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എന്താ പറയുക കളരി അവിടെ എത്തുമ്പോഴത്തേക്ക് കരാട്ടിയാവും. അതായത് നമ്മളിവിടെ സ്പിരിച്വലി ഉള്ള എന്താ പറയുക ശങ്കരാചാര്യരൊക്കെ വരുമ്പോൾ അവിടെ മാവോ സേത്തുങ്ങും ചെങ്കിസ് ഖാനും ഒക്കെയാണ്. അതായത് ഒരു ഹയർ വോൾട്ടിലേക്കാണ് പോകുന്നത്. അതാണുള്ള വ്യത്യാസം. അപ്പോൾ ആ ഒരു ഇതിലേക്ക് മാറുന്നത് ഇപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ ആ തരത്തിൽ സ്റ്റഡി ചെയ്യുമ്പോൾ കുറേയും കൂടി നന്നാവും. ഇപ്പോൾ ഫെങ്ഷുയി എന്ന് പറയുന്നത് ശരിക്കും തെറ്റ് എന്നൊന്നും പറഞ്ഞുകൂടാ, ശരിയാണത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലേഷ്യയിലൊക്കെ പോയാൽ അത്ഭുതപ്പെട്ടു പോകും. 16 നിലകളൊക്കെ മണ്ണിൻ്റെ അടിയിലേക്കായിരിക്കും. അപ്പോൾ അവിടെ നമ്മളിവിടെ ഉള്ള മാതിരി സൂര്യപ്രകാശവും അതും ഇതൊന്നും എല്ലാ സ്ഥലത്തും എത്തില്ല. അപ്പം അങ്ങനെയുള്ളതിൽ നമ്മളത് കൃത്രിമമായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അവിടെയാണ് ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. കൃഷ്ണജി, താങ്ക് യു. ഞാൻ ആ റിക്വസ്റ്റ് വായിക്കാം. സ്പിരിച്വാലിറ്റികളുടെ ഉന്നത തലങ്ങളും കാർമിക് ബോണ്ടേജും താങ്കൾ എഴുതിയതും ഞാൻ വായിക്കുന്നതും തെറ്റുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക ആരാണെങ്കിലും. ബോണ്ടേജിനെ കുറിച്ചും ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ടു ഈ സമയം അത്രയും. ചുരുക്കത്തിൽ എല്ലാ ആത്മാക്കളും കർമ്മബന്ധത്തിൽ കിടന്നുഴലുന്നു. ഇതിൽ നിന്നും പുറത്തു കിടക്കാൻ ഒരു മാസ് മെഡിറ്റേഷൻ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി കൊടുക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ
വളരെ സന്തോഷം, അങ്ങനെ ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സമയം വളരെ കുറവാണ്. 4:30 നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ഒരു റിക്വസ്റ്റ് 100% നമ്മൾ അപ്കമിങ് പ്രോഗ്രാമിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും വിത്ത് യുവർ പെർമിഷൻ. എന്താ ഗുരുജി? എല്ലാവരോടെയും, എല്ലാ ഗുരുക്കന്മാരോടെയും ചോദിച്ചേക്കുന്ന ഒരു റിക്വസ്റ്റ് ലെറ്ററാണ് എൻ്റെ കയ്യിൽ വന്നത്. സീമാജിയോടും തസ്മി ഗുരുജിയോടാണ് മെയിനായിട്ട് ഈ ചോദ്യം. എൻ്റെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 കിലോ എടുത്തുകൊണ്ട് പോകാൻ ആരുടെയും സഹായം വേണ്ട. 100 കിലോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളുടെ സഹായം വേണം. അത് 500 കിലോ ആണെങ്കിലോ? നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാധനമല്ല സ്പിരിച്വാലിറ്റി. ഞാൻ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി. എൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 ദിവസം ക്ലാസ് കേട്ടിരിക്കണം. അതതിൻ്റെ ആദ്യത്തെ നിയമം. നമുക്ക് പ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് ടിക്കറ്റ് വേണം, വേണ്ടേ? വിദേശത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ടും വിസയും വേണം. അതുപോലെ എൻ്റെ ഈ റോക്കറ്റിനകത്ത് കയറണമെങ്കിൽ എൻ്റെ നിയമാവലി കൃത്യമായിട്ട് പാലിക്കുന്നവർ കയറിയാലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. വെറുതെ കയറ്റി ഇറക്കി വിട്ടിട്ട് കാര്യമില്ല. എൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാൾക്കും അനുഭവമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി എന്നെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അനുഭവം ഇല്ല എന്ന് കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ പോകണം. അപ്പോൾ അതിന് വേണ്ട നിയമാവലികൾ ഇത്തിരി കൂടുതലാണ്. അപ്പം നിങ്ങൾ 10 ദിവസം ക്ലാസ്സിൽ കയറിക്കോ. നിങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നുള്ള ഇനി പറയാലോ, അടുത്ത ദിവസം അനൗൺസ് ചെയ്തില്ലേ? എല്ലാവരും കയറിക്കോ, 10 ദിവസം ക്ലാസ് കേട്ടേച്ച് ആ പ്രോഗ്രാമിന് അവിടെ ഇരുന്നു. ഞാൻ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്ത് ഈ ബ്രഹ്മം എന്താണെന്ന് അനുഭവിപ്പിച്ചു വിട്ടേക്കാം. പോരെ? സന്തോഷം. VMCയിൽ ഇവരുടെ മോർണിംഗ് ഇപ്പോൾ കുറച്ച് ഞാൻ ബിസി ആയ കാരണം ബ്രഹ്മമുഹൂർത്ത ധ്യാനം ഇല്ല. പക്ഷേ വീക്കിലി തീർച്ചയായിട്ടും സെഷൻസ് ഉണ്ടാവും. ഡയറക്റ്റായിട്ട് മെഡിറ്റേഷൻ പഠിപ്പിക്കും. അതിലും ചില റൂൾസ് ഉണ്ട്, പക്ഷെ അതൊക്കെ വളരെ ഈസിയാണ്. ഓക്കെ, നമ്മളെ ബാധിക്കുന്ന യാതൊന്നുമില്ല. പ്യൂർ വെജിറ്റേറിയൻ ആവണമെന്നേ ഉള്ളൂ. അതും ഫസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് നിർത്താൻ പറ്റില്ല അത്. സോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മാറ്റം വരും. അപ്പോൾ അത് വളരെ ലളിതമാണ്. എന്നും മെഡിറ്റേഷൻ ചെയ്യുക, എപ്പോൾ വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ടോയ്ലറ്റിൽ പോയി ഇരിക്കുമ്പോൾ പോലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിന് പരിപൂർണ്ണ വിശ്രമമാണ്, അതിലളിതമാണ്. സോ അതാണ് VMCയുടെ പ്രത്യേകത. ഗുരുവിൻ്റെ നിയമാവലികൾക്കനുസരിച്ച്. ഓക്കെ, പക്ഷെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതാണ്, മനസ്സ് ശൂന്യം മണിക്കൂറുകളോളം ചെയ്യാന്നുള്ളതാണ് VMC പഠിപ്പിക്കുന്നത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ VMC മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. കോൺടാക്ട് ചെയ്യാൻ VMC മലയാളം എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാം. ഓക്കെ, അദ്ദേഹം ഗ്രൂപ്പ് ലിങ്കും അതേപോലെ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ അയച്ചു തരും. അത്രയേ ഉള്ളൂ. നമ്പർ വേണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം കേട്ടോ. താങ്ക് യു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ താമസിച്ചുവെങ്കിലും വൈകുന്നേരം തയ്യാറാക്കിയിരിക്കുന്ന ആഹാരം കഴിച്ചിട്ട് വേണം എല്ലാവരും പിരിയാൻ. ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും SMS മെഡിറ്റേഷൻ ചെയ്യുന്നവർ 5 മണിക്ക് ശേഷം ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ലഘുഭക്ഷണം എല്ലാം തോന്നുന്നു കാര്യമായിട്ട് എന്തോ ഒരുക്കിയിട്ടുണ്ട്, അത് കഴിക്കണം. അപ്പോൾ പഴംപൊരി ഇല്ല, ഉപ്പുമാവാണ്. ഉപ്പുമാവും പഴവുമാണ്. അറിയാമെങ്കിലും ഞാൻ മറച്ചു വെച്ചതാ. അപ്പോൾ അവസാനിപ്പിക്കാം ഇന്നത്തെ സെഷൻ. 4:30 മണിയായി. പാലക്കാട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും വന്നവരുണ്ട്. ട്രെയിനൊക്കെ കിട്ടും. ഇനി മഴ പെയ്യും. ഇപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം രോഹിത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, മഴയൊന്നും പെയ്യില്ല, നിങ്ങളൊക്കെ ഇനി പോരേ എന്ന് പറഞ്ഞിട്ട്. ഗുരുക്കന്മാരുടെയും ഭഗവാന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു, അധികം ചൂടുണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഒരു ഗണപതിനെ ഇരുത്തിയിട്ട് നിങ്ങൾ ആരും മൈൻഡ് ചെയ്തില്ല. വളരെ മോശമാണ് കേട്ടോ, തമാശയല്ല. ഭഗവാനായിരിക്കണത് ഇല്ലേ? കാലത്തെ തൊട്ട് ഭക്ഷണവും കഴിച്ചില്ല, ഒന്നുമില്ല, ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പോകും. നമ്മളൊക്കെ വലിയ വലിയ കാര്യം പറഞ്ഞു. അപ്പം ഭഗവാൻ ഇവിടെ വന്നിരുന്നല്ലേ നമുക്ക് ഇത്രയും ഐശ്വര്യം പകർന്നു വന്നു. എന്തെങ്കിലും അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് ദക്ഷിണയായിട്ട് സമർപ്പിച്ചിട്ട് പോകണം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ. ഹലോ, അല്ല, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഗുരുജിയോടാണ്. എന്തുകൊണ്ടാണ് ഈ നോൺ വെജ് കഴിക്കാൻ പാടില്ല, വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ? ഭക്ഷണ സംബന്ധമായ ചോദ്യം നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് വൈൻഡപ്പ് ചെയ്യും. ഇനി ആ വിഷയത്തിലേക്ക് പോകരുത് പ്ലീസ്. അല്ല, അറിഞ്ഞാൽ കൊള്ളണ്ട്. എല്ലാവരും അത് പറയുന്നുണ്ട്. എന്താണ് സയന്റിഫിക്കലി എന്താണ് ഇത്? അതിന്റെ ചോദ്യം ഞാൻ ഉറപ്പായിട്ടും ഗുരുജിയോട് അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ ചേട്ടന് വേണ്ടി ആ ചോദ്യം ചോദിക്കാം. അത് സമ്മതമാണ്, തുടങ്ങിയാലും ഇവിടെ അവസാനിക്കില്ല, അതുകൊണ്ടാണ്. എല്ലാവരും സമ്മതമാണ്, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്നാ പറയൂ. താങ്ക് യു. കുഴപ്പമില്ല. ശരി, പറഞ്ഞു.
ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ മാത്രമേ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം സംസാരിച്ചപ്പോൾ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്, ഈ തത്വം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെറുതെ വിളക്ക് കത്തിച്ച് വെച്ച് നമുക്കറിയാവുന്ന ഭാഷയെ പറഞ്ഞാൽ മതി. കറക്റ്റാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 100% കറക്റ്റാണ്. നമ്മൾ എന്തുകൊണ്ടാണ് നോൺ വെജ് കഴിക്കരുത്, എന്തുകൊണ്ടാണ് പച്ചക്കറി കഴിക്കാമെന്ന് പറയണത്, ഞാൻ ഇതിനു മുമ്പ് അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞിരുന്നു. പച്ചക്കറി എന്ന് പറയുന്നത് സോഫ്റ്റ് മെമ്മറി ഉള്ളതാണ്. നമ്മളതിനെ പൂർണ്ണമായിട്ടും അതിനെ നശിപ്പിക്കണില്ല. അത് ഏതായാലും ഏത് ഡയമെൻഷനിലാണ് നിൽക്കണമെന്ന് നമുക്കറിയില്ല. അതേ മരം അവിടെ നമ്മുടെ കാലത്ത് വരുമ്പോൾ തൊട്ട് അവിടെ നിൽക്കുക, വെയിലും മഴയും എല്ലാം കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ജീവിതം എങ്ങനെയാണ് പോണേന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മരമായിട്ട് നിന്ന് നോക്കണം. അത് നിസ്വാർത്ഥ ജീവിയാണ്. നമ്മളൊരു മാങ്ങാണ്ടി തിന്ന് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു, നമ്മുടെ പറമ്പിൽ ചാടിയാൽ നമ്മുടെ മാങ്ങയായി, അടുത്ത പറമ്പിൽ ചാടിയാലോ അത് അവൻ്റെ മാങ്ങയായി. ആ മാവിലെ മാങ്ങ ആര് പറിക്കണമെന്ന് ആ പറമ്പിലുള്ളവനെ തീരുമാനിക്കണം, നമ്മളല്ല. ആ മാവിനും തീരുമാനിക്കാൻ അധികാരമില്ല. അപ്പം മാവ് ആരായി? അത് പുഴു തിന്നാലും പാമ്പ് തിന്നാലും പട്ടി തിന്നാലും ആട് തിന്നാലും കോഴി തിന്നാലും ആ മാവിനൊരു കുഴപ്പമില്ല. അത് നിസ്വാർത്ഥനാണ്. അതിൻ്റെ മാമ്പഴം ആർക്ക് വേണമെങ്കിലും ഭക്ഷിക്കാം. അതിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ എൻ്റെ ഈ മാധുര്യം മറ്റുള്ളവർ അനുഭവിക്കട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ അണ്ടി ഉണ്ടേ എവിടെയെങ്കിലും വിത്തായിക്കൊള്ളൂല്ലോ, എൻ്റെ തലമുറ വളർന്നു വന്നോളൂ, അത് അടുത്തവർക്ക് ഗുണമാണ്. അങ്ങനെ നിസ്വാർത്ഥമായിട്ട് ജീവിക്കുന്നതല്ല ഈ പറയുന്ന കോഴിയോ ആടോ പോത്തോ ഒന്നും. അവരവരുടെ ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ടി അവർ ജീവിക്കണതാണ്. അതിൻ്റെ കർമ്മഫലം എന്ന് പറയുന്നത് അതിൻ്റെ നിന്ന് കിട്ടുന്ന ഫലം മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അതിൻ്റെ ജീവിതത്തിന് അടുത്ത തലത്തിലേക്ക് മൂവ്മെൻറ്റ്, അടുത്ത ഡയമെൻഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അതാ. അതിന് പെയിനില്ലായകയില്ല. പക്ഷെ ഒരു അമ്മ പ്രസവിക്കുന്നത് പോലെയാണ്. ഒരു കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ അമ്മ 10 മാസവും വിഷമിക്കുക. പക്ഷെ ആ വിഷമം അറിയണില്ല. അത് ചവിട്ടണതും കുത്തണതും കളിക്കണതും ചിരിക്കണതും ഒക്കെ ആസ്വദിച്ച് അതിങ്ങനെ ജീവിച്ചു പോകും. പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന അതിനേക്കാൾ കൂടുതലാണ്. ആ പ്രസവത്തോടുകൂടി അമ്മ ആ വേദനയും മറന്നു. പിന്നെ ആ ഉണ്ണിയുടെ കളിയും ചിരിയും കണ്ടാ വളരുന്നത്. ഇതൊരു മാതൃത്വത്തിൻ്റെ ഭംഗിയാണ്. അതുപോലെ തന്നെയാണ് ഈ സസ്യലതാദികൾ. അവർക്കൊരു മാതൃത്വമുണ്ട്. അവർ പ്രപഞ്ച നിയമത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് സ്വാർത്ഥതയില്ല. അവർ നിസ്വാർത്ഥമാണ്. അവരൊരാളുടെ വീടാവാനും ഒരാളുടെ വിഗ്രഹമാവാനും എന്തിനും തയ്യാറാണ്. ഒരനുവാദം ചോദിച്ചാൽ മാത്രം മതി. ഞാൻ നിന്നെ എടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിലിരിക്കുന്ന എല്ലാ എലമെൻസിനെയും പ്രപഞ്ചത്തിലേക്ക് നിസ്വാർത്ഥമായി ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്ത് അത് വെറും ശുദ്ധമായ ഒരു മരമായിട്ട് തീരും. അത് നമ്മൾ ആ പറയുന്ന ഒരു ക്വാളിറ്റിയും പിന്നെ അതിലുണ്ടാവില്ല. അതിന് ഈ സമാധി അവസ്ഥയൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ വെറുതെ പറഞ്ഞാലല്ല, നിങ്ങൾക്ക് അനുഭവിക്കാം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അത് നമ്മുടെ തലം മാറുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന ഒരു ശാസ്ത്രവും തെറ്റല്ല. ഇനി നിങ്ങളൊരു കോഴിയെ പിടിക്കാൻ ചെല്ല, അത് പ്രാണനും കൊണ്ട് ഒന്നും ഓടും. ഓടിക്കും തോറും അത് ഓടി ഓടി പോവുക. അതിന് നിൽക്കാനോ അതിന് മരിക്കാനോ ഇഷ്ടമില്ല. അതിൻ്റെ ധാരണ എന്താ? എൻ്റെ മുതലാളി എന്നെ കൊല്ലില്ല. നമ്മുടെ മക്കളെ നമ്മൾ മടിയിലിരുത്തി വളർത്തുക. ആ കൊച്ച് എന്തെങ്കിലും ആ കൊച്ചു ചിന്തിക്കും, എൻ്റെ അച്ഛൻ എന്നോട് മോശമായിട്ട് പെരുമാറുന്നോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ എന്നെ തിന്നുന്നോ എന്നെ കൊല്ലുന്നോ ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം എന്താ? ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അച്ഛനും അമ്മയാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു കോഴിയെയും ആടിനെയും പോത്തിനെയും വളർത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ചിന്ത അതാ. ഇവനെപ്പോഴും പറയണ്ട എന്നെ കൊല്ലും എന്നെ കൊല്ലുന്നു, അത് ചുമ്മാ പറയണതാ, തമാശ പറയണതാ. കൊല്ലില്ല 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 എന്ന് വിചാരിച്ച് നിൽക്കും. കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തുന്ന സമയത്ത് പോലും അതിങ്ങനെ ചിരിച്ചിട്ടൊരു നോട്ടമുണ്ട്, എന്നെ കൊല്ലില്ല എന്ന് തന്നെ വിചാരിച്ച്. അത്ര നിസ്വാർത്ഥമായ ജീവിയാണത്. അതിനെയാണ് പിടിച്ചിട്ട് നമ്മൾ കൊല്ലണത്. ആ കൊല്ലുന്ന തീരുമാനമെടുത്ത് നമ്മൾ ആയുധം കയ്യിലാണ്. ഇതിന് ഉള്ളിൽ കൂടെ 2 ചിന്തയും നടക്കുന്നുണ്ട്. അതിന് വിവരമില്ലാത്ത ജീവിയൊന്നുമല്ല, എല്ലാം പൂർണ്ണ ബോധ്യമുണ്ട്. ആ കൊല്ലുമെന്ന് നമ്മൾ പൂർണ്ണമായി തീരുമാനിക്കുന്ന നിമിഷം മുതൽ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തനം നടക്കാൻ തുടങ്ങും. അതിനറിയാം ഞാൻ നിസ്സഹായന, ഇനി എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന്. അത് കഴുത്തു വെച്ച് തരുമൊന്നുമല്ല. കൊല്ലുന്ന നിമിഷം മുതൽ അതിൻ്റെ കാർമിക് അക്കൗണ്ട് അങ്ങ് ഓപ്പൺ ആവും. സാക്ഷി വിഘടിച്ചിട്ട് നമ്മുടെ എല്ലാ കോശങ്ങളും പിന്നെ ആ കോഴി തന്നെയായിട്ട് മാറി. അതായത് ഓരോ കോശത്തിലും ആ കോഴി ഉണ്ടായി. നമ്മുടെ ഈ ജീവൻ പോകുന്നതോടെ മറ്റ് കോശങ്ങൾ എങ്ങനെ ആക്ടിവേറ്റ് ആവുന്നോ. അപ്പം നമ്മൾ ഈ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ ഒറ്റ ജീവനേ ഉള്ളൂ, അല്ലേ? നമ്മുടെ ഈ നടക്കാനുള്ള ഈ പ്രാണൻ അങ്ങ് പോകുന്നതോടെ ശരീരത്തിൻ്റെ കോശങ്ങളാണ് പിന്നെ ജീവിക്കാൻ തുടങ്ങുന്നത്. അപ്പം നമ്മുടെ ജീവൻ എത്രയായിട്ട് മാറി? കോടാനുകോടിയായിട്ട് മാറിക്കഴിഞ്ഞു. അത് വീണ്ടും അടുത്ത ലെവലിലേക്കും വീണ്ടും മൈക്രോ ലെവലിലേക്ക് വലുതാവുകയാണ്. അപ്പം ഈ പഞ്ചഭൂതം നമ്മളെ പഠിപ്പിക്കാത്തത് നമുക്ക് മനസ്സിലാവില്ല, ചിന്തയ്ക്ക് അതീതമാണ്. അങ്ങനെ എത്ര ലെവൽ താഴേക്ക് പോവും, എത്ര ഡയമെൻഷൻസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ബോധ്യമാവും. നമ്മൾ ഒരു ജീവിയെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ മക്കളെ ഒന്ന് കൊല്ലട്ടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരും, ഇല്ലേ? ശരിയല്ലേ?
അതുപോലെ തന്നെ ഈ ദൈവം ഇങ്ങോട്ട് വിട്ടേക്കുന്നത് ആ ഡയമെൻഷനിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ആട്, കോഴി, പോത്ത് എന്ന് പറയുന്ന വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഒരേ ജീവനാണ്. അതിനകത്ത് ഒന്നിനെ ഒന്ന് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ കോഴി ചിലപ്പോൾ കൊത്തിപ്പറക്കി തിന്നണ്ടാവും, അതിന് വേറെ മാർഗമില്ല. അതങ്ങനെ ജീവിച്ചോട്ടെ, അത് അതിൻ്റെ ജീവിതം പൊക്കോട്ടെ. നമ്മളെന്തിനാ അതിൻ്റെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പോണത്? അല്ലെങ്കിൽ പുലി ഓടിച്ചിട്ട് പിടിക്കണ്ടായിരിക്കും. അവരുടെ ദുർഘടാവസ്ഥ ഞാൻ പറഞ്ഞു. നമ്മൾ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പരുന്തിന് എന്താ സംഭവിക്കണമെന്ന്. അത് അതിൻ്റെ സ്വന്തം കൊക്കൊക്കെ കൊത്തി പറിച്ച് കളഞ്ഞ്, അതുപോലെ പപ്പൊക്കെ പറിച്ച് കളഞ്ഞ്, നഖമെല്ലാം കളഞ്ഞ് ഒരു സന്യാസ അവസ്ഥയിലേക്ക് അതും പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ജീവജാലങ്ങളും ഒരു പഠിക്കുന്ന സ്റ്റേജ് ഉണ്ട്, മനുഷ്യനൊഴികെ. നിങ്ങളൊന്ന് ആലോചിക്കുക, മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലയെന്ന് വിചാരിച്ചോ? ഇത്രയും ദുഷ്ടതയുള്ള മറ്റേതെങ്കിലും മൃഗങ്ങളുണ്ടോ? ഈ ഭൂമിയിൽ ഏറ്റവും ദൂഷ്യം ചെയ്യുന്ന, ആർക്കും വേണ്ടാത്ത ഒരു ശപിക്കപ്പെട്ട ജന്മമാണ് മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാലോ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിയായിട്ട് മാറി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് മനുഷ്യകുലം ഒരു ക്വാളിറ്റി ഇല്ലാണ്ടായി വന്നേക്കാണ്. അതാണ് ഇങ്ങനെ ഈ ഇരച്ച് പെരുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ എണ്ണം കുറയല്ല, കടമാനം കൂടി വരിക. കാരണം അധർമ്മം വളരുന്നത് പോലെ തന്നെ ഈ ജനസംഖ്യയും വളരുക. ഇതിനെല്ലാം കൂടെ ഒരു ദിവസം എന്തെങ്കിലും കാണിച്ച് നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ കൊറോണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്ന് കുറേ എണ്ണത്തിനെ കൊന്നുകളയും. എന്നിട്ട് വീണ്ടും പിന്നെയും വളർന്നു വരും. നമ്മൾ ഈ ചെയ്യുന്ന അക്രമം ചെറുതല്ല. ഒരു ജീവിയെ പോലും നമ്മൾ ജീവിക്കാൻ വിടില്ല. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഉറുമ്പിനെ ജീവിക്കാൻ സമ്മതിക്കോ? പാറ്റയെ ജീവിക്കാൻ സമ്മതിക്കോ? കോഴി, ആട്, പോത്ത് ഇങ്ങനെ വിട്ടോ നമ്മൾ ജീവിക്കുന്നതിൻ്റെ പരിസരത്ത് ഒരു ജീവജാലങ്ങളെയും ജീവിക്കാൻ സമ്മതിക്കില്ല. മുറ്റത്ത് പുല്ല് മുളച്ചാൽ അവിടെ വരെ നമ്മൾ മറ്റേ കിളനാശിനി അടിച്ച് അതിനെ കൊന്നുകളയും. നമ്മൾ ജീവിക്കണതിൻ്റെ പരിസരത്ത് വേറെ ആരും ജീവിക്കാൻ പാടില്ല. ഇതെന്തൊരു ദുഷ്ട സ്വഭാവം! അത് പച്ചക്കറി, മത്സ്യമാംസം ഇപ്പോൾ പിടികിട്ടിയോ? ഇത്രയും നമ്മളിൽ മാറ്റം വരാൻ പറ്റിയാൽ, നമ്മളൊരു മനുഷ്യനൊന്നും ആയിട്ടില്ല എങ്കിലും ചെറിയ ക്വാളിറ്റി ഉള്ള ഒരു ജീവിയായിട്ട് മാറി. ഇങ്ങനെ അടുത്ത തലത്തിലേക്ക് മാറി വരുമ്പോഴാണ് മനുഷ്യൻ എന്താണെന്ന് ഗുരുദേവൻ ഒരു കൃതി എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ചൊല്ലാൻ അറിയാൻ പാടില്ല. മനുഷ്യാണെന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗുരുദേവൻ. അത് വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം താഴെ കിടക്കണം, മനുഷ്യനായിട്ടില്ല എന്നുള്ളത്. നമ്മൾ ശരിക്കും ഒരു നികൃഷ്ട ജീവിയാണ്. നമുക്ക് ആരോടും ഇഷ്ടമില്ല. നമ്മൾ പശുവിനെ ഇഷ്ടപ്പെടണമെന്ന് വരാം, പാലെടുക്കാൻ വേണ്ടിയുള്ള ഇഷ്ടമാണ്. കറവ നിന്ന് അപ്പം കൊടുക്കും. ഭാര്യയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് താൽക്കാലിക ആവശ്യത്തിനുള്ള ഇഷ്ടമാണ്, ഒരു ഇഷ്ടമില്ല. ഭർത്താവിനോട് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒരു പാക്കേജാണ്. മക്കളോട് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാവുമ്പോൾ എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ആത്മീയത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഭാര്യയിൽ പിന്നെ നമുക്ക് ഒരിക്കലും അതുണ്ടാവില്ല. പിന്നെ വരാൻ പോകുന്നത് ആത്മീയതയാണ്. അവിടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു കണക്ഷൻ ഉണ്ടാവും, ഒരു ഡിവൈനിലാവും. അവിടെ നമുക്ക് അതിനൊന്നുമല്ല പ്രാധാന്യം. അതൊരു വേറൊരു തല, അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അച്ഛനും അമ്മയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നും വിളിക്കൊന്നും വേണ്ട, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെടും. മക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായിട്ട് മാറും. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നിസ്വാർത്ഥം തന്നെ. ഒരാഗ്രഹവുമില്ല. ഒരാളുടെ പോലും എൻ്റെ കയ്യിൽ നമ്പറില്ല. ഞാൻ ഒരാളെ പോലും വിളിക്കാറില്ല. 44,000 പേര് വന്നുപോയി. ഞാൻ ഒരാളെ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. ഇത് ഈ സസ്യലതാദികളുടെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. ആ മാവേല മാമ്പഴം പറിച്ചു, അതിനോട് നന്ദി പറഞ്ഞില്ലല്ലോ. വെണ്ടയ്ക്ക് നമ്മൾ കറിയായിട്ട് കൂട്ടി, നന്ദി പറഞ്ഞില്ല. വെണ്ട എന്തെങ്കിലും പരാതി പറയാറുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ വിത്ത് എടുത്തു വെച്ച് കുറച്ച് ഭൂമിയിലേക്ക് ഇട്ടേക്ക്. നീ എന്നെ മുഴുവൻ ആസ്വദിക്കല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതിൻ്റെ തണ്ട്, വേര്, ഇത് ചതച്ച് എന്നൊക്കെ തിന്നാവോ അതൊന്നും തിന്നു പോരാഞ്ഞിട്ട് ഒരു ജീവനെ വിടൂല. പാറ്റേനെയും പഴുതാരനെയും വരെ വറുത്തും പൊരിച്ചും തിന്നുക. എന്തായാലും സ്പിരിച്വൽ വേസ് ടു അടുത്ത മാസം അവിടുന്ന് പറയാൻ. യെസ്, നമുക്ക് ഇനി സ്പിരിച്വൽ വേസ് 3 തിരുവനന്തപുരത്ത് കാണാം. ജൂലൈ 6. ഡേറ്റ് മാറ്റണോ? ഡേറ്റ് പറഞ്ഞപ്പോൾ തടസ്സമാണോ? അറിയില്ല, ആവോ? എന്തായാലും ഗുരുക്കന്മാരോടൊപ്പം നമ്മൾ അബാക് മീഡിയയിൽ വന്നുപോയ ഗുരുക്കന്മാർ ഒട്ടനവധിയാണ്. അതിൽ ആരൊക്കെ ആവും തിരുവനന്തപുരത്ത് ഉണ്ടാവുക എന്നത് 2 ദിവസത്തിനുള്ളിൽ എല്ലാവരോടും പറയാം. വളരെയധികം നന്ദിയുണ്ട്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, 1 മാസം കൊണ്ടാണ് തൃശ്ശൂരത്തെ ഈ പ്രോഗ്രാമിന് ഇത്രയും പേര്
ഇവിടേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ നിങ്ങളൊക്കെ രജിസ്ട്രേഷൻ ഫീസൊക്കെ തന്നിട്ടാണ് പരിപാടിക്ക് വന്നത്. എന്നിട്ടും ഗണപതിയുടെ മുന്നിൽ എല്ലാവരും ദക്ഷിണ വെച്ചു. ആ പൈസ ഗണപതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊട്ടാരക്കര ഗണപതിക്കും പമ്പ ഗണപതിക്കും ഒക്കെ ആയിട്ട് അതിൻ്റെ പങ്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്തവണ നമ്മൾ നാളെ സ്കൂൾ തുറക്കുകയാണ്, വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. ചാരിറ്റിയോ ഒന്നുമല്ല, ആ മേഖലയിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. പക്ഷേ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എറണാകുളം ബേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടല്ലോ. ഇവർക്ക് പൊതുവെ കുട്ടികളെ സ്കൂളിലോട്ടൊക്കെ വിടാൻ വലിയ മടിയാണ്. അപ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വിദ്യാലയം എറണാകുളത്തുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് പഠനോപകരണങ്ങൾ, സ്കൂൾ ബാഗ് വാങ്ങി കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കിന്ന് ഇവിടുന്ന് കിട്ടിയ പൈസയുടെ കുറച്ച് പങ്കും പിന്നെ അല്ലാതെ കുറച്ച് പേര് അതിനുവേണ്ടി തന്ന പൈസയൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ട് വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കുട്ടികൾക്ക് ബാഗും എന്താണോ അവർക്ക് വേണ്ടുന്നത് അത് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അത് നാളെ നമ്മൾ ചെയ്യും. അത് ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനാണ്, അല്ലാതെ ചാരിറ്റി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തായാലും അബാക് മീഡിയയുടെ പുത്തൻ ഈ അബാക് മീഡിയ കാണുന്ന പ്രേക്ഷകരോട്, അബാക് മീഡിയയ്ക്ക് 5ഓളം പ്ലാറ്റ്ഫോമുകൾ ഓൺലൈനിലുണ്ട്. അത് എൻ്റർടൈൻമെൻറ്റിലും ഈ പറയപ്പെടുന്ന വാർത്താ വിഭാഗത്തിലും ഒക്കെ ആയിട്ട് ഇതെല്ലാം നിങ്ങൾ കാണുക. നിങ്ങൾക്ക് പറ്റുന്ന കണ്ടന്റ് ആണെന്ന് തോന്നുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു 10-20ഓളം പേരുടെ എല്ലാ ദിവസത്തെയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അധ്വാനമാണ്. ഈ സമയത്ത് നന്ദി പറയണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഗുരുക്കന്മാർക്ക്, ഈശ്വരന്മാർക്ക്, ഇവിടെ വേണ്ട സഹായങ്ങൾ ചെയ്തു തന്ന SMS മെഡിറ്റേഷൻ ഫാമിലിയിലെ ജയൻ ചേട്ടൻ, ജിതേന്ദ്രപാൽ ചേട്ടൻ അടക്കം പേരെടുത്ത് പറഞ്ഞാൽ അബദ്ധമോ, ആരുടെയെങ്കിലും മറന്നുപോയാൽ അവർക്ക് മനസ്സിൽ വിഷമാവും. പക്ഷേ ഈ 2 പേര് പറയാതിരിക്കാൻ പറ്റില്ല. ജയൻ ചേട്ടനൊക്കെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ്. കഴിഞ്ഞ തവണ ജിതേന്ദ്രപാൽ ചേട്ടനായിരുന്നെങ്കിൽ ഇത്തവണ അദ്ദേഹം സപ്പോർട്ടുമായി കൂടെ ഉണ്ടായിരുന്നു. ബാക്കി ഓരോരുത്തരും, ഒപ്പം അബാക് മീഡിയയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന 20-25ഓളം പേർ, പ്രദീപേട്ടനും റോജിനും ഞങ്ങളുടെ ടെക്നിക്കൽ ടീമും രാഹുലും അടക്കം ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും വരുന്നവർ, മാനസികമായ സപ്പോർട്ട് തരുന്നവർ, സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്നവർ, അവരെയും പറയണം. അങ്ങനെ ഒട്ടനവധി പേർ. ഒപ്പം ഇവിടെ നല്ല രീതിയിൽ ശബ്ദം ഒരുക്കി തന്ന ചേട്ടൻ്റെ പേര് എനിക്കറിയില്ല എങ്കിലും ചേട്ടൻ കഴിഞ്ഞ തവണ നമുക്ക് കൈരളി സൗണ്ട്, കഴിഞ്ഞ തവണ നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയത് സൗണ്ടിലാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ സമയദോഷം എന്നല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ഇത്തവണ ക്യാമറ വിഭാഗത്തിൽ ടെക്നിക്കൽ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന മൈൽ സ്റ്റോൺ, അവരുടെ ടെക്നീഷ്യൻസ്, എല്ലാവർക്കും നമ്മൾ നന്ദി പറയണം. ഒപ്പം അകമഴിഞ്ഞ് നന്ദി ഗുരുക്കന്മാരോടും. നിങ്ങൾക്ക് നൽകാൻ സ്നേഹവും ആദരവും മാത്രം. അബാക് മീഡിയയുടെ മുന്നോട്ടുള്ള യാത്രയിൽ എന്നും ഒപ്പം ഉണ്ടാകുമെന്ന വാക്കും. താങ്ക് യു.